നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെ ടോപ്പ് 8-ൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടിരിക്കുന്നു ഹോസെ മൊറീഞ്ഞോ. ദിസ് ഈസ് റിയൽ മൊറീഞ്ഞോ മാജിക്. മൊറീഞ്ഞോ മാത്രമാണ്, മൊറീഞ്ഞോ ഒരുക്കിയ തന്ത്രങ്ങളിലാണ് റയൽ മാഡ്രിഡ് വീട് പോയതും ബെൻഫിക്ക യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് പിടിച്ചതും 3-ാം സ്ഥാനവും കൊണ്ട് ഇറങ്ങിയതാണ് റയൽ മാഡ്രിഡ് ഈ മത്സരത്തിന്. ടോപ്പ് 8 ഫിനിഷ് ചെയ്യാൻ അവർക്ക് വിജയം മതി, വലിയ മാർജിനൊന്നും വേണ്ട, വിജയം മതി. പക്ഷേ കാത്തിരുന്നത് നേരെ തിരിച്ചൊരു വിധിയാണ്. ആൽവാരോ അർബിലോക്ക് നോക്കുക, അൽബാസെറ്റയ്ക്കെതിരെ തോറ്റ് 2ാം ഡിവിഷൻ ടീമിനോട് തോറ്റ് തുടങ്ങിയതാണ് അദ്ദേഹം. അന്ന് ഉണ്ടായിട്ടുള്ള ഒരു നിരാശ, കോപ്പ ഡെൽ റേയിൽ നിരാശ. അതിനുശേഷം ഇതാ ടോപ്പ് 8-ലുണ്ടായിരുന്ന ടീം ഇപ്പോൾ താഴേക്ക് പോയി. ചാമ്പ്യൻസ് ലീഗിൽ ഇനി പ്ലേ ഓഫ് കളിക്കണം. ലാസ്റ്റ് മിനിറ്റിൽ ഗോൾ കീപ്പറുടെ ഗോള്, ആ ഗോൾ കീപ്പറുടെ ഗോളാണ് ബെൻഫിക്കയെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുന്നത്. റയൽ മാഡ്രിഡിനെ ടോപ്പ് 8-ൽ നിന്ന് നോക്കൗട്ട് ചെയ്തു. റിയലി ഹോസെ മൊറീഞ്ഞോ സ്പെഷ്യലാണ്. ഇനി നോക്കുക, ഇതിൽ മൊറീഞ്ഞോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കളി സംഭവിച്ചത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇനി വീണ്ടും വിശദമായിട്ട് പറയേണ്ടതില്ല, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. കളിയിൽ ആദ്യം എംബാപ്പയിലൂടെ റയലാണ് ലീഡെടുത്തത്. എന്നാൽ 36-ാമത്തെ മിനിറ്റിൽ ഷോൾ ട്രിപ്പിലൂടെ ബെൻഫിക്ക ഗോൾ മടക്കുന്നു. പിന്നെ പാവ്ലിഡീസിൻ്റെ ആ ഒരു പെനാൽറ്റി ഗോൾ ബെൻഫിക്കയ്ക്ക് ലീഡ് കൊടുക്കുന്നു. 54-ാമത്തെ മിനിറ്റിൽ ഷോൾ ട്രിപ്പിൻ്റെ അടുത്ത ഗോൾ പിറക്കുന്നു. 3-1 അവർ ലീഡിലേക്ക് പോകുന്നു. 58-ാമത്തെ മിനിറ്റിൽ എംബാപ്പെ 3-2 ആക്കുന്നു. പക്ഷെ കളി ഇങ്ങനെ 90 മിനിറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും ബെൻഫിക്ക ജയിക്കുമെങ്കിലും അവർ പ്ലേ ഓഫ് എത്തുമായിരുന്നില്ല. പ്ലേ ഓഫ് എത്തണമെങ്കിൽ വീണ്ടും ഗോൾ ഡിഫറൻസിൽ മാറ്റം വേണമായിരുന്നു. അതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം ഇപ്പോൾ നോക്കുക, 25, 26, 27 മാൾസ, പെഫോസ്, യുഡിനെസ് ഇവർക്കൊക്കെ 9 പോയിന്റാണ്. പിന്നെ ബെൻഫിക്ക കയറിപ്പോയത് ഗോൾ ഡിഫറൻസ് -2 ആയതുകൊണ്ടാണ്. ബാക്കിയുള്ളവർക്ക് -3, -9 ഒക്കെയാണ്. അപ്പോൾ ഗോൾ ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോഴാണ് അവസാന നിമിഷത്തിൽ ആ ഗോൾ കീപ്പറുടെ ഗോൾ പിറക്കുന്നത്, ആ ഒരു ഹെഡർ ഗോള്, ട്രൂബിൻ്റെ ഗോൾ പിറക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് കോച്ച് കളിക്ക് ശേഷം പറയുന്നത് എന്താണ് സംഭവിച്ചത്, അനറ്റോലി ട്രൂബിൻ്റെ ഗോൾ വന്നത് എങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് നോക്കണം. ഹോസെ മൊറീഞ്ഞോ പറയുന്നു, ഞാൻ അന്റോണിയോ സിൽവയെയും ഫ്രാഞ്ചോ ഇവാനോവിച്ചിനെയും കളിക്കളത്തിലേക്ക് വിടുമ്പോൾ എനിക്ക് കൃത്യമായ ഐഡിയ ഉണ്ടായിരുന്നില്ല. 3-2 മതിയോ, ഞങ്ങൾക്ക് കയറി പോകാൻ 3-2 മതിയോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തതയും ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങി, വിജയം നമുക്ക് ലഭിക്കുക എന്നുള്ളതായിരുന്നല്ലോ പ്രധാനം. അതാണ് ഞാൻ അപ്പോൾ ചിന്തിച്ചത്. പക്ഷേ അത് പോരാന്ന് മനസ്സിലായപ്പോൾ, 3-2 കൊണ്ട് ഞങ്ങൾ ജയിച്ചാൽ മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായപ്പോൾ, റയൽ മാഡ്രിഡിനൊരു താരം കുറവാണ് എന്നതുകൂടി സംഭവിച്ചപ്പോൾ, അങ്ങനെ ഇഞ്ചുറി ടൈമിൽ കാര്യങ്ങൾ മാറിയപ്പോഴാണ് പിന്നീട് മാറ്റം വരുത്താൻ തന്നെ ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ നിക്കോയെ കളിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നേറ്റത്തിലേക്ക് വിട്ടു. പിന്നെ എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നും നടത്താൻ പറ്റുമായിരുന്നില്ല. എൻ്റെ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻസും അവിടെ തീർന്നിരുന്നു. അപ്പോഴാണ് ആ ഒരു ഫൗള് വരുന്നത്. അത് വന്നപ്പോൾ ഞാൻ ട്രൂബിനോട് മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. അവനെ ഞാൻ മുന്നോട്ട് കയറ്റി വിട്ടു. അതുപോലെ തന്നെ ദാലിനോട് പറഞ്ഞു ആ ഒരു മിഡ് ലൈനിൽ നിൽക്കുക എന്ന് ഞാൻ പറഞ്ഞു. ദെൻ അപ്പോൾ 11 പേരെ വെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിന്നിങ് എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രാത്രി തീർച്ചയായിട്ടും ഇതൊരു ഹിസ്റ്റോറിക് നൈറ്റാണ് എസ്റ്റാഡിയോ ഡാലസിൽ എന്നുകൂടി ഇപ്പോൾ കോച്ച് വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നത്. അതായത് കൃത്യമായിട്ട് കാര്യങ്ങൾ കണക്ക് കൂട്ടിയാണ് ഇത് ചെയ്തത് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അതായത് ആ ഒരു നിമിഷത്തിൽ റയലിൻ്റെ ഭാഗത്ത് ആളെണ്ണം കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. തനിക്ക് ഗോൾ വേണം, ഈ 3-2 പോരാ മുന്നോട്ട് പോകാൻ എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഗോൾ കീപ്പറോട് ആ ഒരു ഏരിയൽ ത്രെട്ട് കൊടുക്കാൻ വേണ്ടി ഗോൾ കീപ്പറോട് മുന്നോട്ട് കയറി പോകാൻ പറയുന്നു. മിഡ് ലൈനിൽ നിൽക്കാൻ വേണ്ടി സാമുവൽ ദാലിനോട് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞ് ആ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ടാണ് തന്നെ ടീമിനെ വിജയിപ്പിച്ച് ഇങ്ങനെ പ്ലേ ഓഫിലേക്ക് കൊണ്ടുപോയത് എന്ന് ഹോസെ മൊറീഞ്ഞോ കൃത്യമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മൊറീഞ്ഞോ ഈസ് സ്പെഷ്യൽ, ദിസ് ഈസ് റിയലി മൊറീഞ്ഞോ മാജിക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ